ഇവിടെ ലീഗിൻ്റെ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ അൻവറിനെ കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ പാർട്ടി നിരവധി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. ഇന്നലെയാകട്ടെ ടി മുഹമ്മദ് ബഷീറും MK മുനീറും ഒക്കെ അൻവർ ഒരു ഫാക്ടറായി എന്നും അൻവർ ഒരു ഘടകമാണെന്നും പറഞ്ഞു വെക്കുന്നു. അൻവർ നേടിയ 19,000-ന് മുകളിൽ വോട്ട് ഒരു ചെറിയ കാര്യമല്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയത് PMA സലാമാണ്. സലാം പറയുന്നത് ലീഗിൻ്റെ UDF-ൻ്റെ പൊതുനിലപാടിനൊപ്പമാണ് ലീഗും നിൽക്കുക എന്ന് പറയുമ്പോഴും അൻവറിനെ കൂടെ കൂട്ടണമെന്ന ആവശ്യം വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ലീഗ് ഉന്നയിക്കാൻ തന്നെയല്ലേ സാധ്യത, അത്തരത്തിൽ നിലപാടിലേക്ക് ലീഗ് എത്താൻ തന്നെയല്ലേ സാധ്യത. മറ്റൊരു കാര്യം, ലീഗിന് അൻവർ ഇത്രയും വലിയ ഒരു ശക്തിയായി തോന്നുകയും തുടങ്ങുകയും ഒക്കെ ചെയ്ത സമയമാണോ ഇത്? അല്ല, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് പറഞ്ഞു, അത് തന്നെയാണ്. ഇത് UDF-ൻ്റെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടി ആ കാര്യം അവിടെ അഭിപ്രായം പറയും. നിങ്ങൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ അൻവർ എന്ന് പറയുന്നത് അവിടെ 9 വർഷക്കാലം LDF-ൻ്റെ MLA ആയി അവിടെ നിലമ്പൂരിൽ പ്രതിനിധാനം ചെയ്തയാൾ, അതിനു മുമ്പ് പലപ്പോഴുമായി LDF-നൊപ്പം നിന്നയാൾ. അദ്ദേഹം പിണറായി വിജയന്റെ ഈ ഭരണത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അതാണ് ഇതിന്റെ കണ്ടന്റ്. അല്ലാതെ ഈ 9 വർഷമായി UDF, മുസ്ലിം ലീഗും കോൺഗ്രസും ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നു. ആ വാദത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞതുപോലെ അവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചർച്ചകൾ സ്വാഭാവികമായും ഒരു LDF-ൻ്റെ MLA രാജിവെച്ച് മറ്റൊരു മുന്നണിക്കൊപ്പം ചേരുക എന്നുള്ളത് അത് നമുക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മോശപ്പെട്ട സംഗതിയല്ല. അദ്ദേഹത്തിന് അവിടെ സ്വാധീനമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് വരുന്നൊരു ചർച്ചയല്ല, ഒരു മുന്നണിയിലേക്ക് ഒരു പുതിയ കക്ഷിയെ ഒരു ആളുകളെ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞു. സ്വാഭാവികമായും മുന്നണി യോഗത്തിലോ മുന്നണിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലോ മുസ്ലിം ലീഗിന് അഭിപ്രായം പറയും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായി. പിന്നെ വാർത്താമാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്കൊക്കെ മറുപടി പറയുക എന്നുള്ളത് ഒരു എന്താ പറയുക, പലപ്പോഴും പലതും ഊഹാപോഹങ്ങളാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പട്ടാള ചിട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി സംഘടനാ സംവിധാനം വ്യവസ്ഥാപിതമായി വരുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ അതേസമയം നിങ്ങൾ നോക്കൂ, ഇന്ന് MV ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഖാ വെളമരം കരീമും P രാജീവും എനിക്കെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തു. CPM-ൻ്റെ യോഗത്തിൽ P രാജീവും വെളമരം കരീമും ഉൾപ്പെടെയുള്ള ആളുകൾ അതിശക്തമായി മറ്റ് യുവജന നേതാക്കന്മാരും ഈ MV ഗോവിന്ദൻ്റെ നിലപാടുകൾ പാർട്ടിക്കും മുന്നണിക്കും ദോഷകരമാണ് എന്ന് കൃത്യമായി വിലയിരുത്തുന്നു, വിമർശിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യമായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ എത്തുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്ന് MV ഗോവിന്ദനെ ശാസിക്കുന്നു. ഈ ഘട്ടത്തിലേക്ക് CPM-നകത്ത്, നേരത്തെ നമ്മൾ ഒരു കേഡർ പാർട്ടി എന്ന് പറഞ്ഞിരുന്ന CPM-നകത്ത് കനത്ത ആഭ്യന്തര കലാപം നടക്കുകയാണ്. ഈ സമയത്ത് കോൺഗ്രസിനകത്താവട്ടെ വളരെ വ്യവസ്ഥാപിതമായി നിങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ആര്യടൻ ഷൗക്കത്തിൽ സ്ഥാനാർത്ഥിയാക്കിയാൽ VS ജോയി കലാപം ഉണ്ടാക്കും, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യടൻ ഷൗക്കത്ത് കലാപം ഉണ്ടാക്കുമെന്ന് നിരന്തരമായി വാർത്ത കൊടുത്ത ആളുകളാണ് ന്യൂസ് 8 ഉൾപ്പെടെയുള്ളവർ. എന്ത് സംഭവിച്ചു? കോൺഗ്രസ് ഒരു പേര് ഉയർത്തി. ആ ഒരു പേരിനെ കോൺഗ്രസിനകത്തോ UDF-നകത്തോ ഒരാൾ പോലും ചോദ്യം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, നിലമ്പൂരിലെ ജനത റെക്കോർഡ് ഭൂരിപക്ഷത്തിന് കോൺഗ്രസിന്റെ UDF-ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ നിങ്ങൾ നടത്തുന്ന ചർച്ചകൾ പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളെ മറച്ചു വെക്കാനാണ് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. ന്യൂസ് 8 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊള്ളരുതായ്മകളെ കുറിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട് ശ്രീ ഷാക്കിർ. അങ്ങനെ നമ്മൾ ഒരു വാർത്തയും കൊടുക്കാതെ പോകുന്നില്ല. ധാരാളം വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് പ്രധാന ഘടകമാണ്. ഞാൻ പറയാം, ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട UDF-ൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഒരു ഐക്യത്തിലെത്തിയെങ്കിൽ പോലും അവിടെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു എന്ന കാര്യം സംശയമൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഒരു പാർട്ടിയാണെങ്കിലും മുന്നണിയാണെങ്കിലും ആകാശത്തു നിന്ന് ഒരു പേര് വരില്ല ചെയ്യാം. ഒരുപാട് ആളുകൾ ചർച്ച ചെയ്ത് പല പേരുകൾ പരിഗണിച്ച് അത് ഏതാണ് മുൻകൂട്ടി മണ്ഡലത്തിന് അനുയോജ്യമായത്, അതിന് വിജയസാധ്യത, ഒരുപാട് കാര്യം പരിഗണിക്കൂലേ. ആ ചർച്ചയിൽ വരുന്ന അഭിപ്രായങ്ങൾ മുഴുവൻ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളെ പറയരുത്. അതൊരു യഥാർത്ഥ മുന്നണിക്ക്, യഥാർത്ഥ പാർട്ടിക്ക്, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെയല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾ നോക്ക്, കോൺഗ്രസിൽ പഴയ കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു പ്രവർത്തകൻ പോലും
ആര്യടൻ ചൗക്കത്തിനെതിരെ UDF സ്ഥാനാർത്ഥി നിർത്തിയവർ അക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാവരും എന്താ പറയുക, ഇപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിന് ശേഷം ആര്യടൻ ചൗക്കത്ത് പറഞ്ഞു ഒന്നാമതായി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അങ്ങനെ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം വിശ്വാസത്തിലെടുത്തും വളരെ ഐക്യത്തോട് കൂടി UDF മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ LDF-നകത്ത് തർക്കങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. അതിനപ്പുറത്തേക്ക് KB ഗണേഷ് കുമാറിന്റെ ഒരു ഫ്ലെക്സ് അല്പം വലുതായി പോയതിന് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ വെച്ച് അത് പാടില്ല, അങ്ങനെ ആവർത്തിക്കരുത് എന്ന് ശാസിച്ചിട്ടുള്ള ഹിറ്റ്ലറിസമാണ് പിണറായിസം ഇപ്പോൾ LDF-ൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്. അല്ല, ഇത് നിങ്ങളുടെ മുസ്ലിം ലീഗ് നേതാക്കളുടെ തന്നെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഷാക്കീർ. അതില് MK മുനീറും ET മുഹമ്മദ് ബഷീറും അൻവർ ഒരു ഘടകമാണ്, അൻവർ പിടിച്ച വോട്ടുകൾ നിർണായകമാണ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞത് അൻവർ ഒരു ഘടകമേ അല്ല എന്നുള്ളതാണ്. ഒരു ഘടകമേ അല്ല എന്നുള്ളതാണ്, ഒരു ഫാക്ടറി ആയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ല നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കണ്ട. PMA സലാം സാഹിബ് പറഞ്ഞത് അത് ഇന്ന് തിരുത്തി പറഞ്ഞു. ഇന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിന് വിവിധ രീതിയിൽ മറുപടി പറയുമ്പോൾ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അതായത് മുസ്ലിം ലീഗിന്റെ പാർട്ടി കൂടി ആലോചിച്ചെടുത്ത തീരുമാനം അതിന് ജനറൽ സെക്രട്ടറി പറയുന്നു. നിങ്ങൾ ഓരോ നേതാക്കന്മാരോട് പറയുമ്പോൾ അവർ മനസ്സിലാക്കി വസ്തുത പറയുന്നു. അത് എല്ലാം കറക്റ്റ് അല്ലേ? എല്ലാം ഏതാണ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുള്ളത്? നിങ്ങളതിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇപ്പം തന്നെ നിങ്ങൾ കൊടുത്ത ടൈറ്റിൽ സോൾജറും ക്യാപ്റ്റനും ഒക്കെയാണല്ലോ. നിങ്ങൾ നോക്ക്, യഥാർത്ഥത്തിൽ നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ പോലെ ആ രീതിയിലേക്ക് കോൺഗ്രസ് വളർന്നു എന്ന് കേരളം സമ്മതിക്കുന്നു. AICCക്ക് ഒരു പേര് കൊടുക്കുന്നു, ആ പേര് അംഗീകരിക്കുന്നു, ജനങ്ങൾ ഏറ്റെടുക്കുന്നു, UDF ഏറ്റെടുക്കുന്നു, കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ആരെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? എത്ര 5000 വോട്ടിനാണ് പിന്നെ എന്താ പറയുക ആര്യാടൻ മുഹമ്മദ് ജയിച്ചത് ആ മണ്ഡലത്തിൽ. കാരണം ഡീലിമിറ്റേഷന് ശേഷം കാളികാവും ചോക്കാടും ചാലിയാറും ആ മണ്ഡലത്തിൽ പോയതാ. UDF-ന് നല്ല സ്വാധീനമുള്ള പഞ്ചായത്തിൽ പോയിട്ടും 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ രീതിയിൽ മന്ത്രിമാർ മുഴുവൻ ക്യാമ്പ് ചെയ്തു, എല്ലാ അധികാരവും ഉപയോഗിച്ചു, RSSന്റെ ഒരു വിഭാഗത്തിന് വോട്ട് വാങ്ങി, എന്നിട്ടും ദയനീയമായി സ്വരാജ് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാവട്ടെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാട്ടെ, UDF-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ സജ്ജമാണ്. കേരളം ഈ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ വിധി എഴുതാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള സമയത്ത് നിങ്ങൾ കോൺഗ്രസിനകത്തേക്ക് ദയവ് ചെയ്ത് കുഴപ്പം കൊണ്ടുവരാൻ ശ്രമിക്കണ്ട. അത് വിജയിക്കില്ല, അത് വിലപ്പോവില്ല. മറിച്ച് എളമരം കരീമും P രാജീവും ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി MP ഗോവിന്ദനെതിരെ CPM യോഗത്തിൽ പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, ഇപ്പൊ G സുധാകരൻ, തോമസ് ഐസക് പോലെയുള്ള പ്രമുഖരായ നേതാക്കന്മാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അവർ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വകാര്യമായി പല നേതാക്കന്മാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരെ പോലെയുള്ള മുതിർന്ന ആളുകളെ പിണറായിയും മരുമോനും ഉൾപ്പെടെ സൈഡാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിനകത്തോ UDF-നകത്തോ അല്ല പ്രശ്നം വരാനിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ് LDF നിലനിൽക്കുന്നത്. ഈ പിണറായി വിജയന്റെ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ, ഇവരുടെ അധികാരത്തിന്റെ ഹുങ്കിൽ CPM-ന്റെ സെക്രട്ടറിയെ പോലും വിരട്ടുന്ന, പരസ്യമായി ശാസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പിണറായിസം മാറിയിരിക്കുകയാണ്. ആ പിണറായിസത്തിനെതിരെ പോലീസിൽ സംഘർഷത്തിൽ